ഭയം ഭയം എന്താണെന്നും ഭയം മാറുന്നതിനെക്കുറിച്ചും കുട്ടികൾക്ക് ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നായ്ക്കളുടെ കുര കേട്ടാൽ ഭയക്കും ചെറിയ മൃഗങ്ങൾ. ഉദാഹരണത്തിന് ഒരു കലമാൻ്റെ കാര്യം, ഈസോപ്പ് കഥകളിൽ നിന്നുള്ളൊരു കഥ കൂടിയാണിത്. എവിടെയോ ദൂരെ ഒരു മാൻ്റെ കുര കേട്ട് മാൻ കുട്ടികളെയും കൊണ്ട് ദൂരേക്ക് ഓടുകയായി. മാൻ എന്ന് പറയുമ്പോൾ കലമാൻ്റെ കാര്യമാണ്. വളരെ ഭംഗിയും ശക്തിയുമുള്ള കൊമ്പുകളാണ് ആ മാനിനുള്ളത്. അപ്പം മാനിനോട് കുട്ടി ചോദിക്കുന്നു, പിതാവേ, നിങ്ങൾ എന്തിനാണ് ഇന്നലെ ഓടി? അത് നായയുടെ കുര കേട്ടത് കൊണ്ട് അപകടം വരാതിരിക്കാൻ ഓടിയതാണെന്ന് പറഞ്ഞത് കഥയാണ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, ഇത്ര ശക്തിയേറിയ കൊമ്പുകൾ ഉണ്ടായിട്ടും നായേക്കാൾ വേഗത്തിൽ ഓടാൻ നമുക്ക് സാധിക്കുമെങ്കിലും തിരിച്ച് ചെറുത്ത് നിന്ന് നായയെ നേരിട്ടൂടായിരുന്നു, നായ ഓടത്തില്ലായിരുന്നു എന്ന് കുട്ടി ചോദിച്ചപ്പോൾ വളരെ ചെറുതിലേ തന്നെ ആ കലമാൻ്റെ മനസ്സിൽ ഓടണമെന്നാണ് അതിൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയാണ്, ആ ഒരു ഭയമാണ്, ജന്മനാൽ ഭയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറിയത്, ഓടിപ്പോയത്. തൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ, ശക്തിയേറിയ കൊമ്പുകളുണ്ടെന്ന് തിരിച്ചറിയാൻ കലമാന് കഴിഞ്ഞില്ല. കൂട്ടത്തോടെ അവ ചെറുത്താൽ ഓടിക്കാവുന്നതേ ഉള്ളൂ നായ്ക്കളെ. ഇതിലൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നായ്ക്കളുടെ കുര കേട്ടാലോ അല്ലെങ്കിൽ മറ്റ് ശബ്ദങ്ങളോ ഭയം വന്നാലും ചെറുതിലേ തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യണം. നിങ്ങൾ ഭയക്കരുത്, ഒന്നും ചെയ്യാനില്ല, ഇവരെന്ത് ചെയ്യാനാണ്? നായ്ക്കൾ മാത്രമാണ് കുരയ്ക്കുകയോ കടിക്കുകയോ ചെയ്യത്തുള്ളൂ. വളരെ ശക്തിയേറിയ മനുഷ്യരായ നമ്മൾ ഇവരെ എന്തിനാണ് ഭയക്കുന്നത് എന്ന് ചെറുതിലേ തന്നെ മനധൈര്യം നമ്മൾ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ഈ കഥയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്, ചെറുതിലേ തന്നെ മനസ്സിലത് അവരുടെ ഉള്ളിൽ ആ ഭയം, ഇന്നതിനെ പേടിക്കണം, ഇങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങനെ പാടില്ല എന്നൊരു മുൻവിധിയോടുകൂടി കുട്ടികളെ പഠിപ്പിക്കാതെ എന്തിനെ നേരിടാൻ, വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ നായ്ക്കളുടെ കുര കേട്ട് ഭയക്കാതെ എന്തിനേയും നേരിടാനുള്ള ആർജവമുള്ള മനക്കരുത്തുള്ള കുട്ടികളാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക.